ചർച്ച ലൈലത്തുൽ ഖദർ. സാധാരണ പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു വരുന്നതാണ് റമദാനും ലൈലത്തുൽ ഖദർ എന്നുള്ളത്. അതില് ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറത്തിൽ അല്ലാഹു തആല മൂന്ന് കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ സൂറത്തിലൂടെ മൂന്ന് വിഷയം. ഒന്ന്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലാണ്. ഒന്നാമത്തെ വിഷയം അതാണ്. എങ്ങനെ ഇറങ്ങി, ഘട്ടം ഘട്ടമായിട്ടാണ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിയത്, അതൊക്കെ വേറെ ചർച്ചയാണ്. ഞാൻ പറയുന്നത് ഒന്നാമത്തെ വിഷയം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നാം ഖുർആനിനെ അവതരിപ്പിച്ചു ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ, ഖദറിന്റെ രാത്രിയിൽ. രണ്ടാമത് അല്ലാഹു തആല പറഞ്ഞു ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ഈ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ അത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ഇവിടെ പണ്ഡിതന്മാര് കുറെ ചർച്ചയുണ്ട്, ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. നമ്മൾ ചില സമയങ്ങളിലൊക്കെ പറയാറുണ്ട്, കണക്ക് കൂട്ടിയിട്ട് 83 കൊല്ലം ഇബാദത്ത് കൂലി. പക്ഷെ അങ്ങനെ നിശ്ചയിച്ചിട്ട് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടൊന്നുമില്ല. അറബിയിൽ ഏറ്റവും വലിയ സംഖ്യ എന്നുള്ളത് 1000 എന്നുള്ളതാണ്. അൽഫ്, 1,00,000 എന്ന് പറയുകയാണെങ്കിൽ 100,000 പറയാം. പിന്നെ അങ്ങനെ അൽഫനെ ചേർത്തിട്ടാണ് ബാക്കിയൊക്കെ പോവാ. അപ്പൊ അത് അറബിയിലല്ല ഏറ്റവും പ്രയോഗം, ഏറ്റവും വലിയ സംഖ്യ എന്നുള്ളത് 1000 എന്ന് പറയുന്നത്. അതങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ചില പണ്ഡിതന്മാർ അങ്ങനെയാണ്. 1000 മാസങ്ങളെക്കാൾ അത് എത്രയോ നിശ്ചയിച്ച 83 കൊല്ലം ഇത്ര അങ്ങനെയല്ല, അത് എത്രയോ ആവാം. അപ്പൊ ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ആ ഖദറിന്റെ രാത്രി. ഇതാണ് ആ സൂറത്തിലെ രണ്ടാമത്തെ വിഷയം. ഇനി ഈ രാത്രിക്ക് ഇത്ര വലിയ പ്രത്യേകത ഉണ്ടാകാൻ എന്താ കാരണം? ഖുർആൻ ആ രാത്രി ഇറങ്ങി എന്നുള്ളതല്ല പ്രത്യേകത. ഖദറിന്റെ രാത്രിക്ക് ആദ്യമേ പവറുണ്ട്. ആ പവറുള്ള പ്രത്യേകതയുള്ള രാത്രിയിൽ അല്ലാഹു ഖുർആനിനെ ഇറക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. എന്താണ് ഖുർആൻ ആ രാത്രി? പിന്നെ എത്ര വലിയ പ്രത്യേകത എന്താണ്? തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ. ഇതാണ് ആ രാത്രിയുടെ പ്രത്യേകത. ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രിക്ക് വണ്ടേ പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതയുള്ള രാത്രിയിൽ അല്ലാഹു ഏറ്റവും മഹത്തായ, അല്ലാഹു വലിയ മുഅല്ലമായ, ബഹുമാനിക്കപ്പെടുന്ന പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കാൻ തീരുമാനിച്ചു. ഇനി ആ രാത്രിയുടെ പ്രത്യേകത എന്താണ്? തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം. തനസ്സലുൽ മലായികതു, മലക്കുകളെല്ലാം ഭൂമിലോകത്തേക്ക് ഇറങ്ങി വരും. വർ-റൂഹു, റൂഹ് എന്ന് പറഞ്ഞാൽ മലായികത്തുകളുടെ നേതാവായ റൂഹുൽ അമീൻ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അകമ്പടിയോടെ ലോകത്തേക്ക്, ഭൂമി ലോകത്തേക്ക് അന്ന് മലക്കുകൾ ഇറങ്ങുന്ന രാത്രിയാണ്. അതാണ് ആ രാത്രിയുടെ പ്രത്യേകത. മലക്കുകൾ ഇറങ്ങുന്ന രാത്രി എന്നാണ്. അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മിൻ കുല്ലി അംർ, ധാരാളം വിഷയങ്ങളിൽ തീരുമാനമാകാൻ, തീരുമാനമെടുക്കാൻ, തീരുമാനിക്കാൻ മലായികത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രാത്രിയാണ് ഖദറിന്റെ രാത്രി. അതാണ് ആ രാത്രിയുടെ പ്രത്യേകത എന്നാണ് മഹാന്മാർ ഈ ആയത്തിന് വിശദീകരണം നൽകിയത്. അപ്പൊ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു
ഈ വിഷയം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് കാണാം, ഫഹിയ അഫ്ളു ലയാലിസ് സനഹ, ഒരു വർഷത്തിലെ രാത്രികളിൽ ഏറ്റവും മഹത്തായ രാത്രി അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. അപ്പൊ നമ്മള് പണ്ടേ ഒരു സംഭവം കേൾക്കലുണ്ടാവും, എന്ത്, നമ്മൾ ഈ റബീഉൽ അവ്വലൊക്കെ ആവുമ്പോ ഉസ്താദ്മാരുടെ പ്രഭാഷണങ്ങളിൽ ഒരു സംഭവം, ഒരു വിഷയം പറയുന്നുണ്ട്. ഏറ്റവും വലിയ മഹത്തായ രാത്രി ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട രാത്രിയാണ്. അത് കഴിഞ്ഞിട്ടേ ഏതുള്ളൂ ലൈലത്തുൽ ഖദറുള്ളൂ എന്ന് നമ്മൾ പണ്ടേ കേൾക്കുന്ന ഒരു വിഷയമാണ്. മഹാനായ ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു ആ വിഷയം അവിടെ സമർത്ഥിക്കുന്നുണ്ട്. ഖസ്തല്ലാനി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏറ്റവും മഹത്വമുള്ള രാത്രി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാത്രി തന്നെയാണ്. ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു. ഏതാണ്? മഹാനവറുകൾ പറഞ്ഞു, ഐ ഫീ ഹഖ്തിനാ, നമ്മുടെ അടുത്ത് മൊത്തം രാത്രികളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ അടുത്ത് ഈ രാത്രികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വം ലൈലത്തുൽ ഖദറിനാണ്. എപ്പോൾ? ബഅദ ലൈലത്തുൽ മൗലിദിശ് ശരീഫ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂലോകത്തേക്ക് വന്ന ആ രാത്രികളിൽ എന്ന് പറഞ്ഞാലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്താണ്, ആ രാത്രിക്കുള്ള മഹത്വം എന്താണ്, ആ മഹത്വം വരാൻ കാരണം എന്താണ്? മലായികത്ത് ഇറങ്ങിയതാണ്. മലായികത്തിനാണോ പവർ കൂടുതൽ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണോ പവർ കൂടുതൽ? പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്കാണ് ഏറ്റവും മഹത്വമുള്ളത്. അപ്പോ മുത്തുനബി ഈ ലോകത്തേക്ക് പൂജാതനായ മീലാദുശ് ശരീഫ് റബീഉൽ അവ്വൽ 12ന്റെ ആ സുബഹിയോടടുത്ത സമയം, ആ സമയം ഉൾക്കൊള്ളുന്ന ആ രാത്രിയാണ് ഐ ഫീ ഹഖ്തിനാ, നമ്മളുടെ അടുത്ത് ഹബീബായ തങ്ങളുടെ അവിടുത്തെ ജന്മം കൊണ്ട രാത്രിക്കാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, 6 മഹാൻ അവർ എണ്ണി പറഞ്ഞു, ലോകത്ത് മഹാന്മാരുടെ മുസ്ലിങ്ങളുടെ കണക്കല്ല, ഇതനുസരിച്ച് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും മഹത്വമുള്ള രാത്രി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ലൈലത്തുൽ മീലാദ് രാത്രിയാണ്. ഇനി അവിടെ ചർച്ച ചെയ്യുന്നത് അതെല്ലാ വർഷവും ലൈലത്തുൽ മീലാദ് ശരീഫിന് ആ രാത്രിക്ക് പവർ ഉണ്ടോ? പണ്ഡിതന്മാരെ അധികവും പറഞ്ഞു, അത് തങ്ങൾ ജനിച്ച ആ രാത്രിയെ പറ്റി മാത്രമാണ്. ബാക്കിയുള്ള രാത്രികളൊക്കെ പിന്നെ ഇത് അത്ര പ്രത്യേകതയില്ല എന്ന് പറഞ്ഞവരുണ്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, ആ രാത്രി മാത്രമല്ല, ഇനി വരാനുള്ള എല്ലാ റബീഉൽ 12 രാത്രികളും അതേ പവറുണ്ട്. അപ്പൊ ഒന്നാമത്തത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട രാത്രിയാണ്. ശർവാനി ഇമാം പറയാം, രണ്ടാമത്തത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. മൂന്നാമത്തത് ലൈലത്തുൽ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവുമായി സംഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടിയ രാത്രി. നാലാമത്തത് അറഫയുടെ രാത്രിയാണ്. അഞ്ചാമത്തത് വെള്ളിയാഴ്ച രാത്രിയാണ്. ആറാമത്തത് ബറാഅത്തിന്റെ രാവാണ്. ഇങ്ങനെയാണ് മഹത്വങ്ങളുടെ കൂട്ടത്തിൽ രാവിന്റെ കണക്കെന്ന് ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു ബാക്കി ലോകത്തുള്ള മുഴുവൻ രാത്രികളും മഹത്വത്തിന്റെ വിഷയത്തിൽ സമമാണ്. ഒന്ന്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട രാത്രി. രണ്ട്, ലൈലത്തുൽ ഖദറിന്റെ രാത്രി. മൂന്ന്, ഇസ്റാ മിഅ്റാജിന്റെ രാത്രി. നാല്, അറഫയുടെ രാവ്, അല്ലേ? 9 അറഫയുടെ രാത്രി. നാല്,
അഞ്ചാമത്തത് വെള്ളിയാഴ്ച രാവ്. എത്ര വെള്ളിയാഴ്ച രാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. അല്ലാഹുവിനുള്ള ദിവസം രാവുകളൊക്കെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതും കഴിഞ്ഞിട്ടാണ് ഏത് ബറാഅത്തിന്റെ രാവ്. ഇങ്ങനെയാണ് രാവുകളുടെ കൂട്ടത്തിൽ മഹത്വമുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ചർച്ച നമ്മൾ ലൈലത്തുൽ ഖദറാണ്. ആ രാത്രിക്ക് പ്രത്യേകത ഉണ്ടാകാൻ കാരണം അന്ന് മലായികത്ത് ഇറങ്ങുന്നു എന്നുള്ളതാണ്. എന്റെ ആ മലായികത്ത് ഇവിടെ ആ മലക്കുകൾ ഇറങ്ങുന്ന ആ രാത്രി അത് വലിയ മഹത്വമുള്ള രാത്രിയായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്താൻ. ഇനി ആ രാത്രി എപ്പോഴാന്നുള്ള വിഷയത്തില് ഒരു ഏകാഭിപ്രായമില്ല. അത് റമദാൻ മാസത്തിലാണ് ഉറപ്പാണ്. 90% റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ റമദാനിന്റെ 1 മുതൽ 30 വരെയുള്ള ഏത് രാത്രിയും എന്താവാം? ലൈലത്തുൽ ഖദർ ആവാം. ഇന്ന രാത്രിയാണ് എന്ന ഒരു ഉറപ്പും ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. എല്ലാം നിഗമനങ്ങളാണ്. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, അത് 27-ാം രാവിനാകാനാണ് കൂടുതൽ ചാൻസ്. മഹാനവറുകൾ അതിന് കാരണം പറഞ്ഞത് സൂറത്തുൽ ഖദറിൽ ലൈലത്തുൽ ഖദർ എന്ന പദം 3 വട്ടം വന്നിട്ടുണ്ട്. നമുക്ക് ഓതിയാൽ മനസ്സിലാവും 3 വട്ടം ലൈലത്തുൽ ഖദർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ലൈലത്തുൽ ഖദർ എന്ന ആ വാക്യത്തിൽ 9 അക്ഷരങ്ങളാണുള്ളത്. 3 × 9 = 27. ആ കണക്ക് വെച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു അത് 27-ാമത്തെ രാവിനാകാനാണ് ചാൻസ് കൂടുതലെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഉറപ്പല്ല, അവരുടെ നിഗമനമാണ്. മുസ്ലിം ലോകം അല്ലേ നമ്മളൊക്കെ 27-ാം രാവിനെ മഹത്വം കൽപ്പിക്കുന്നത് ആ വിഷയം കൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് സ്വഹാബത്തിന്റെ ഒരു ചർച്ചയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ ചർച്ചയിൽ ഓരോരുത്തരും പറയാം എപ്പോഴാണ് ലൈലത്തുൽ ഖദർ വരിക എന്നുള്ള ചർച്ചയാണ്. അപ്പോ ഇബ്നു അബ്ബാസ് തങ്ങളുടെ നിഗമനാണ് അവർ പറഞ്ഞത്. എല്ലാവരും പലരും പല അഭിപ്രായങ്ങളൊക്കെ സ്വഹാബത്ത് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടിയ വലിയ മഹാനാണ്, വലിയ സ്വഹാബിയാണ്. ചെറിയ കുറഞ്ഞ പ്രായം ജീവിച്ചിട്ടുള്ളൂ. ചെറിയ പ്രായത്തിൽ മലായികത്തിനെ കണ്ട, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട, കണ്ണുകൊണ്ട് കാണുകയും ഹബീബായ തങ്ങളെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ഇൻഷാ അല്ലാഹ് പോയിരിക്കുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മുന്നറിയിപ്പ് കൊടുത്തു. കാരണം നമ്മുടെ കണ്ണിനുള്ള പവർ ഇല്ലാന്നർത്ഥം. പിൽക്കാലത്ത് മഹാനവങ്ങളുടെ കാഴ്ച ശക്തി ഒരു തെർസ് നടത്തിക്കൊണ്ടിരിക്കെ ഒറ്റയടിക്കാണ് കണ്ണിന്റെ കാഴ്ച ശക്തിയൊക്കെ കുറഞ്ഞു പോയത്. എന്നിട്ട് അവർ സന്തോഷിച്ചിട്ട് ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളെ കിതാബിൽ കാണാം. അപ്പൊ മുഫസ്സിരീങ്ങളുടെ നേതാവായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ അഭിപ്രായം 27. ശാഫിഈ ഇമാമിന്റെ അഭിപ്രായമുണ്ട്, അബൂ ഹനീഫ ഇമാമ തങ്ങൾക്ക് അഭിപ്രായമുണ്ട്, ധാരാളം പണ്ഡിതന്മാരെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് റമദാൻ 1 മുതൽ 30 വരെയുള്ള ഏത് രാത്രിയും എന്താവാം? ലൈലത്തുൽ ഖദർ ആവാം. കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് അവസാനത്തെ 10-ലാണ്. അപ്പൊ നമ്മൾ ഏത് രാത്രിയും അതാവാം എന്ന നിലക്ക് ആ പ്രതീക്ഷയോടെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടണം എന്ന ആ ഒരു ലക്ഷ്യത്തോടെയാണ് അമൽ ചെയ്യേണ്ടതെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. എന്നിട്ട് മഹാന്മാർ പറഞ്ഞു, എന്തുകൊണ്ട് അത് പറഞ്ഞു തന്നില്ല? എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ ഇന്ന രാത്രിയാണ് എന്ന് പറയാഞ്ഞത്?
ഇമാം റാസി റളിയല്ലാഹു അൻഹു അവരുടെ രണ്ട് അഭിപ്രായം പറഞ്ഞു. ഒരു കാരണം തക്ഫീറുൽ ഇബാദ, ആ ഇബാദത്ത് അധികരിപ്പിക്കാനാണ്. ഇന്നാവാം അല്ലെങ്കിൽ നാളെയാവാം, ഓരോ ദിവസവും പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ വെച്ചിട്ട് ആ മനുഷ്യൻ ഇബാദത്ത് അധികരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ദിവസം നിശ്ചയിച്ച് പറയാതിരുന്നത്. രണ്ടാമത്തെ കാരണം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് നമ്മളെ പോലെയുള്ള അടിമകളെ പേടിച്ചിട്ടാണ്. നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകളെ പേടിച്ചിട്ടാണ് അല്ലാഹു തആല ആ രാത്രി എപ്പോഴാണെന്ന് കൃത്യമായി പറയാതിരുന്നതെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു. എന്തേ കാരണം അറിയോ? അവിടെ ചർച്ചന്റെ ഏറ്റവും നല്ല ദിവസമാണെങ്കിൽ അന്ന് അമലുകൾക്ക് പ്രതിഫലം കൂടുതലാണെങ്കിൽ തെറ്റുകൾക്ക് ശിക്ഷയുടെ കാഠിന്യവും കൂടുതലാണ്. നല്ല ദിവസം ബറാത്തിന്റെ രാവ് അമലുകൾക്ക് പ്രതിഫലം കൂടുതലാണോ? അന്ന് തെറ്റിയാൽ ശിക്ഷയുടെ കാഠിന്യം കൂടുതലാണെന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. പ്രബലാഭിപ്രായം അങ്ങനെയല്ല, എന്നാലും ഭൂരിപക്ഷത്തിന്റെ ഒരു ഭാഗം മുഴുവനും ആ അഭിപ്രായത്തിലാണ്. നമ്മൾ ഈ നാട്ടിൽ നിന്ന് തെറ്റ് ചെയ്യുന്നതും, നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഇരുന്നിട്ട് ഒരു തെറ്റ് ചെയ്യുന്നതും ഹറമിൽ പോയി ഒരു തെറ്റ് ചെയ്യുന്നതും വ്യത്യാസമാണ്. ഒരാൾ ഇവിടെ ഇരുന്നിട്ട് തെറ്റ് ചെയ്തു, ഒരാളെ ദൈവച്ചു വാർത്തു പണ്ഡിതന്മാരെ ചർച്ചയാണ്. ആ മനുഷ്യൻ ഹറമിന്റെ പ്രത്യേകത എന്താ? ഹറമിൽ ഒന്നിന് 1,00,000. നമ്മൾ എന്ത് നന്മ ഹറമിൽ വെച്ച് ചെയ്തോ ഒന്നിന് 1,00,000 കൂലി കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലം കിട്ടും. ഒരു സുബ്ഹാനല്ലാഹ് ഹറമിന്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 1,00,000 സുബ്ഹാനല്ലാഹിന്റെ കൂലി കിട്ടും. അതാണ് ഹറം. അല്ലാഹു അവിടെ ചൊല്ലാനും ഉംറ ചെയ്യാനും ഇബാദത്ത് കൊണ്ട് ധന്യമാകാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതാണ് ഹറമിന്റെ പ്രത്യേകത. ആ ഹറമിൽ ഇരുന്നിട്ട് ഒരു തെറ്റ് ചെയ്താലോ, ആ ഹറമിൽ ഇരുന്നിട്ട് ഒരാളെ തെറ്റ് ചെയ്താലോ അതിന് 1,00,000 ശിക്ഷയും കിട്ടുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം. ചില ആൾക്കാരില്ലേ ഇവിടുന്ന് 1,80,000 55,000 അല്ലേ ഇതൊക്കെ കൊടുത്ത് കഷ്ടപ്പെട്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ പോയിട്ട് ഉംറ ചെയ്തിട്ട് ആ കൂലി എല്ലാം അവിടെ തന്നെ കൊടുത്തിട്ട് കാലിയായിട്ട് തിരിച്ചിങ്ങോട്ട് വരും. ഹറം ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ആ ഡേഞ്ചറല്ല, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മൊത്തം ജീവിതം മൊത്തം അവതാളത്തിലായി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതാണ് ഹറം. ചിലപ്പോ നമ്മളെ 10 ആള് പോയിട്ട് 50 ആള് പോയിട്ടുണ്ടാവും. നമ്മ നേരത്തെ പണ്ടേ ഇടുന്ന എങ്ങനെയാണ് 9 മണി മുതൽ 8 മണിക്ക് റെഡിയാകുന്ന നമ്മളാണ്. നമ്മളെ കൂടെ എല്ലാവരും ചിലപ്പോ 9 നിന്ന് 10:30 വരുന്ന ടീമാണെങ്കിൽ നമ്മളൊക്കെ നേരത്തെ റെഡിയായിട്ട് ഹോട്ടലിന്റെ മുമ്പിൽ ബസ് കാത്ത് കിച്ചൻ കാര്യം കാണാണ്ടായില്ല. 49 ആളും വന്നിട്ടുണ്ടാവും. ഇവരെ കാണുന്നില്ല എന്ന് വെക്കാം. നമ്മളെ വായിന്ന് വരുന്ന കുറെ ഡയലോഗ് ഉണ്ടാവും, ഉണ്ടാവില്ലേ? നമ്മളപ്പം ചിന്തിക്കോ ഇത് ഹറമാണ്, നമുക്ക് അപ്പക്കാട് ഹറമോ അതേപോലെ ആടുന്ന് ഈ ബാത്റൂം ചെറുപ്പോലെ കാണാനായിട്ടുണ്ടാവും. പണ്ട് ക്യാമറ കൊണ്ടൊരാളോ നാച്ചങ്ങനെ കാണാനേ സുബ്ഹാനല്ലാഹ് തപ്പണ്ടതായ വേറെ കാണില്ല. ലാസ്റ്റ് പോയി കൊണ്ട് മൂപ്പരാടെ ക്യാൻറ്റീനിൽ നല്ല കഞ്ഞി കുടിക്കുന്നുണ്ട്. അപ്പോൾ ചിന്തിച്ചു നോക്കി അങ്ങനെ അതിന്റെ മുമ്പ് ആൾക്കാർ പറയേണ്ടതൊക്കെ മൂപ്പർ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഹറം എന്ന് പറഞ്ഞാൽ. അതങ്ങനെ കൂലി ഇപ്പുറത്ത് അങ്ങനെയാണ് അപ്പുറത്തും അങ്ങനെയാണ്. അപ്പോ ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ലൈലത്തുൽ ഖദർ ആണ് എന്ന് നിശ്ചയിക്കപ്പെട്ട രാത്രിയിൽ ഒരു അമല് 1000 മാസങ്ങളെക്കാൾ കൂലി കിട്ടുമെന്ന് പറയുന്ന ആ രാത്രി കൃത്യമായി പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമ്മൾ അന്നൊരു തെറ്റ് ചെയ്താൽ അത് വല്ലാത്ത നാശത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് നമ്മളെ പേടിച്ചിട്ടാണ് പറയാതിരുന്നതെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കും അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു. എന്നാൽ ചിന്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കാം. ബറാത്ത് രാവ് എന്നാണ് കൃത്യമായിട്ട് നമുക്കറിയാം. അറിയാലോ, അതിന് സംശയമില്ലല്ലോ. നമ്മളിപ്പോ പറഞ്ഞ 6 രാത്രി പറഞ്ഞു. ഇതില് ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു 6 മഹത്വമുള്ള രാത്രി പറഞ്ഞു. ഒന്ന് മീലാദിന്റെ രാത്രിയാണ്. എപ്പോഴാണ് കൃത്യമായിട്ട് നമുക്കറിയാം അല്ലേ? എന്നാണോ നാളെയാണോ സംശയത്തിലൊന്നും പോക്കില്ലാതെ അറിയാം. അതേപോലെ ഇസ്രാ മിഅ്റാജിന്റെ രാത്രി എപ്പോഴാന്ന് നമുക്കറിയാം. അറഫന്റെ രാവ് എപ്പോഴാന്ന് അറിയാം. വെള്ളിയാഴ്ച രാവ് എപ്പോഴാന്ന് അറിയാം. ബാക്കിയൊക്കെ മാസം കണ്ടിട്ട് തെറ്റിന്ന് വിചാരിക്കാം. ഇപ്പൊ നിങ്ങൾ അവിടെ ന്യായം പറഞ്ഞോ?
ബാക്കിയൊക്കെ ആടെ കണ്ടത് ഇപ്രാവശ്യം കണ്ടത് കുറച്ച് കട്ടി കൂടിയിട്ടാന്നൊക്കെ പറഞ്ഞാലും വെള്ളിയാഴ്ച രാവിലെ സംശയം ഉണ്ടാവില്ലല്ലോ അല്ലേ? ആ രാവിലെ എന്തായാലും സംശയം വരാൻ ചാൻസ് ഇല്ലല്ലോ. ആ രാവ് നമ്മളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്? ബറാത്തിന്റെ രാവ്. ഇന്ന് ബറാത്തിന്റെ രാവാന്ന് ഉറപ്പായ ആ രാത്രി തന്നെ നമ്മൾ 3 യാസീൻ ഓതി പടം മടക്കി നമ്മൾ പോയി. പിന്നെ നമ്മളെന്താ ചിലപ്പോ മൊബൈലിൽ തോന്നുമ്പോഴല്ലോ അത്രയും മഹത്വമുള്ള രാവാന്ന് നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട്. നമ്മള് ഇബാദത്ത് കൊണ്ട് രാത്രി ഹയാത്താക്കാൻ നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി കൃത്യമായി നിർണയിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞാൽ ആ രാത്രി നമ്മൾ തെറ്റ് ചെയ്താൽ അത് നമ്മുടെ നാശത്തിന് തന്നെ കാരണമാകും. അതുകൊണ്ട് നമ്മളെ വിചാരിച്ചിട്ടാണ് ആ രാത്രിയെ അല്ലാഹു തആല നിർണയിച്ച് പറയാതിരുന്നതെന്ന് ഇമാം മറാസി റളിയല്ലാഹു തആല അൻഹു. ഇനി ഞാൻ പറയട്ടെ, ആ രാത്രിയുടെ പ്രത്യേകത എന്താണെന്ന് മഹാൻ ഖുർആൻ പറഞ്ഞേ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ രാത്രി മഹത്വം വരാൻ കാരണം അന്ന് ഭൂമി ലോകത്തേക്ക് ധാരാളം മലക്കുകൾ ഇറങ്ങും. സ്പെഷ്യൽ മലക്കുകളെ പറ്റിയാണ് ചർച്ച. ഏകാനാകാശത്തിന്റെ അതിർത്തിയിൽ അല്ലാഹു തആല ഒരു മരം സംവിധാനിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. ആ മരത്തിന്റെ ഇലയില് ആ സിദ്റത്തുൽ മുൻതഹ എന്നുള്ള മരം ആദ്യമായിട്ടും അവസാനമായിട്ടും ചമഞ്ഞൊരുങ്ങിയത്, നന്നായി അലങ്കരിച്ചത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാത്രിയാണ്. അന്നാണ് ആ മരം വല്ലാതെ ചമഞ്ഞൊരുങ്ങിയത്. ഇനി ആ മരത്തിനൊരു ചമൽക്കാരമുണ്ട്. മഹാന്മാര് പറയാണ്, അതെപ്പോഴാണ് സ്വർഗാവകാശികളായ ആളുകൾ സ്വർഗത്തിൽ കടന്നിട്ട് സ്വർഗക്കാരെ നോക്കുമ്പോഴാണെന്ന് മഹാന്മാർ. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോ ആ ഏഴാനാകാശത്തിന്റെ അതിർത്തിയിൽ ഉള്ള മരത്തിന്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ ഖുർആനിൽ കാണാം. അതുമായി ബന്ധപ്പെട്ട ചർച്ച. ആ സിദ്റത്തുൽ മുൻതഹയുടെ ഇല ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആനച്ചെവിയുടെ വലിപ്പമുണ്ട് അതിന്റെ ഓരോ ഇലകൾക്കും എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുന്നതാണ്. ആനയുടെ ചെവിയുടെ വലിപ്പമുള്ള ആ ഇല, ആ ഇലയിൽ ലക്ഷക്കണക്കിന് മലായികത്തുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലക്ഷക്കണക്കിന് മലായികത്ത് അവർക്കുള്ള ആകെയുള്ള ഡ്യൂട്ടി ഖദറിന്റെ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക എന്നുള്ള പണി മാത്രമാണ്. ഖദറിന്റെ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങുക എന്നുള്ള ജോലി മാത്രം. എന്തേ? ഈ ലക്ഷക്കണക്കിന് മലായികത്ത് ഖദറിന്റെ രാത്രിയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ അകമ്പടിയായി നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. മഹാന്മാര് പറയുന്നതാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ 4 പതാകയുണ്ടാകും. ഒരു പതാക കഅബാലയത്തിന്റെ സമീപത്തും, രണ്ടാമത്തത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ സമീപത്തും, മൂന്നാമത്തത് ബൈത്തുൽ മഖ്ദിസിലും, നാലാമത്തത് തൂരി സീനാ പർവതത്തിലും. ഈ 4 സ്ഥലങ്ങളിൽ ആ കൊടി ജിബ്രീൽ അലൈഹിസ്സലാം നാട്ടുന്നതാണ്. അങ്ങനെ ഭൂമി ലോകത്തേക്ക് ഈ സിദ്റത്തുൽ മുൻതഹയിലുള്ള ഇലകളിലുള്ള ലക്ഷക്കണക്കിന് മലായികത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. എന്നിട്ടോ ഈ മലായികത്തിന് വർഷത്തിന് ആകെ ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ. എന്തേ ഉള്ളൂ? ഈ ഒരൊറ്റ പണി, ലൈലത്തുൽ ഖദ്റിന് ഇറങ്ങി വരിക എന്നുള്ളതേ പണിയുള്ളൂ. അങ്ങനെ വന്നാലോ ഈ ഡ്യൂട്ടി കഴിഞ്ഞവർ പിറ്റേ ദിവസം തിരിച്ചുപോയി അടുത്ത 1 വർഷം വരെ ഈ മലായികത്ത് അവിടെ ഇരുന്ന് റബ്ബിനെ തസ്ബീഹ് ചൊല്ലുന്നു, റബ്ബിനെ തഹ്മീദ് ചൊല്ലുന്നു, റബ്ബിനെ പ്രകീർത്തിക്കുന്നു, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നു. ഈ 1 വർഷം ഈ മലായികത്ത് അവിടെ ഇരുന്ന് ചെയ്ത ഇബാദത്തിന്റെ പുണ്യം, അതിന്റെ പ്രതിഫലം ഖദറിന്റെ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എല്ലാ മുഅ്മിനിന്റെ സമീപവും മലായികത്ത് വരും. എന്റെ അടുത്തൊരു മലക്ക് വരും, നിങ്ങൾ അടുത്തൊരു മലക്ക് വരും. എന്നെ കാണാതെ എന്റെ മലക്ക് തിരിച്ചു
പോകൂല. ഇനി എന്നെ കാണാമെന്ന മലക്ക് വേറെ അടുത്തേക്ക് പോകൂല. അങ്ങനെ ഓരോ മുഅ്മിനിന്റെ അടുത്തും മലായികത്ത് വന്ന് ഈ ഒരു വർഷം അവര് റബ്ബിനെ തസ്ബീഹ് ചെയ്തത്, റബ്ബിനെ ഹംദ് ചെയ്തത്, അല്ലാഹുവിനെ ദിക്ർ ചെയ്ത അവർ ഒരു വർഷം ചെയ്ത ആ നന്മയുണ്ടല്ലോ, ഇബാദത്തുണ്ടല്ലോ, ആ ഇബാദത്തിന്റെ പ്രതിഫലം അവർ ഏത് മുഅ്മിനിന്റെ സമീപമാണോ ചെന്നത് ആ മുഅ്മിനിന് കൊടുത്തിട്ട് തിരിച്ചു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മാത്രം അധ്വാനിക്കുന്നതല്ല, ഈ മലക്കുകൾ ഒരു വർഷം സിദ്റത്തുൽ മുൻതഹയിൽ ഇരുന്നിട്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്ത പ്രതിഫലവുമായിട്ടാണ് ഭൂമിയിലേക്ക് വരിക. ഓരോ മുഅ്മിനിന്റെ സമീപവും ചെല്ലും. ആ മുഅ്മിനിന് മലായികത്ത് സലാം പറയും. മഹാന്മാര് പറയുന്നു മുസാഫഹത്ത് ചെയ്യും. ആ മുഅ്മിനായ മനുഷ്യന്റെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കും. ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് ഈ മലായികത്ത് ഒരു വർഷം ചെയ്ത നന്മയുടെ പ്രതിഫലം ഈ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടാണ് ഈ മലക്കുകൾ തിരിച്ചു പോകണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അത് ലഭിച്ച വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതാണ് ആ മലക്കിന്റെ ഡ്യൂട്ടി. പിന്നെ അവർ അടുത്ത വർഷം തിരിച്ചു വരിക. അടുത്ത വർഷം വരെ അവരവിടെ ചെയ്യുന്ന ഇബാദത്ത് അടുത്ത ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങി വരുമ്പോ ആ മുഅ്മിനീങ്ങൾക്ക് കൊടുത്തിട്ടാണ് തിരിച്ചു വരിക. അപ്പൊ അത്രക്കും വലിയ മഹത്വമുള്ള രാത്രിയാണ് ഖദറിന്റെ രാത്രി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇൻഷാ അല്ലാഹ് മഹാന്മാര് പറഞ്ഞു, ഇനിയും പറയാൻ കാണാം. മഹാന്മാര് പറയുന്നത് കാണാം, അങ്ങനെ മലായികത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മുഅ്മിനായ ഒരു മനുഷ്യനെ കണ്ടാൽ ആ ഇബാദത്തിലിരിക്കുന്ന നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മുഅ്മിനായ മനുഷ്യന്റെ സമീപം വന്ന് ആ മനുഷ്യന് സലാം പറയുന്നതാണ്. ആ മുഅ്മിനായ മനുഷ്യന് മുസാഫഹത്ത് ചെയ്യുന്നതാണ്. ആ മുഅ്മിനായ മനുഷ്യന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നതാണ്. അങ്ങനെ മലായികത്തിന്റെ ചുംബനവും മലായികത്തിന്റെ മുസാഫഹത്തും മലായികത്തിന്റെ സലാമും എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കാൻ മഹാന്മാർ 2-3 അടയാളം പറയുന്നുണ്ട്. മനുഷ്യന്റെ അടുത്തേക്ക് മലക്ക് വരും എന്നതിന് ഒരു സംശയമില്ലല്ലോ അല്ലേ? മറിയം ബീവി അലൈഹിസ്സലാം അവനടുത്തേക്ക് മലക്ക് വന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മറിയം ബീവിന്റെ അടുത്തേക്ക് മലക്ക് വന്നിട്ട് ഇല്ലേ, നിങ്ങൾക്ക് ഞാനൊരു കുഞ്ഞിനെ തരാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ദീർഘമായ സംഭാഷണം ഖുർആനിലുണ്ട്. മലക്ക് വരുമെന്നുള്ള വിഷയത്തിൽ നടക്കുന്നില്ല. ആ മലക്ക് ഈ രാവിലെ പ്രതീക്ഷിച്ച് രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ആ ആളുകളുടെ അടുത്ത് വന്ന് അവർക്ക് സലാം പറയുമെന്നും അവർക്ക് അവരെ മുസാഫഹത്ത് ചെയ്യുമെന്നും അവരുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കുമെന്നും മഹാന്മാർ. അതിനെന്താ അടയാളം? നമ്മുടെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടുക എന്നുള്ളതും അനുഭവിക്കുക എന്നുള്ളതും രണ്ടും രണ്ടാണ്. മഹാന്മാരെ ചർച്ചയിൽ കാണാം. പുണ്യം കിട്ടൽ ഒന്നാണ്, അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് വേറൊന്നാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മലായികത്തിന്റെ മുസാഫഹത്ത് കിട്ടിയതിന്റെ ഒരടയാളം എന്താണ്? മഹാന്മാര് പറഞ്ഞു, ആ രാത്രിയും മറ്റുള്ള ദിവസങ്ങളിലും പിന്നീടുള്ള ഇവന്റെ എല്ലാ ദിവസങ്ങളിലും ഈ മനുഷ്യന്റെ മനസ്സ് ലോലമാവുമെന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് അയാളോട് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞാൽ, റബ്ബിന്റെ ശിക്ഷയെ പറ്റി പറഞ്ഞാൽ, അങ്ങനെയുള്ള അള്ളാഹുവുമായി ബന്ധമുള്ള സംസാരങ്ങള്, റബ്ബിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീര് വരുമെന്ന് മഹാന്മാർ. പണ്ടൊക്കെ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഖതീബ് ഉസ്താദ് മിമ്പറിൽ നിന്ന് അസ്സലാമു അലൈക്കും യാ ശഹ്റ റമദാൻ എന്നിങ്ങനെ സലാം പറയുമ്പോ അർത്ഥം അറിയാത്ത പ്രായമുള്ള ആളുകളാണെങ്കിലും ആ കഴിഞ്ഞ കാലത്തെ പ്രായമുള്ള ആളുകളൊക്കെ ആ സലാം കേട്ടിട്ട് ഇങ്ങനെ കണ്ണുനീര് വാർക്കാറുണ്ട്.
അവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാറുണ്ട്, അവര് വല്ലാതെ കരയാറുണ്ട്. അവർക്ക് ആ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായിട്ടൊന്നുമില്ല, ആ ഓതുന്നതിന്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അവർക്ക് റമദാനിനോട് സലാം പറയുന്നതൊക്കെ കേൾക്കുമ്പോ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അറിയാതെ വന്നു പോകാറുണ്ട്. ഇപ്പൊ നമ്മുടെ പള്ളിയുടെ മിമ്പറുകളിൽ സലാം പറയുമ്പോ നമ്മളിൽ എത്ര ആളുകൾക്ക് കണ്ണുനീര് വരാറുണ്ട്. മതി എനിക്ക് മലായികത്തിന്റെ മുസാഫഹത്ത് കിട്ടീനോ എന്ന് നോക്കാനുള്ള ഒരു മാർഗം പണ്ഡിതന്മാര് പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ, റബ്ബിനെ കുറിച്ച് പറയുമ്പോ അയാളെ മനസ്സ്, അയാളെ ലോലമായ കൽബിൽ നിന്ന് കണ്ണുനീര് വരുമെന്നാണ്. അയാൾക്ക് ദുർബലരായ ആളുകളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകുമെന്നാണ്, മനസ്സത്രക്ക് ലോലമായി പോകുമെന്നാണ്.